രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തുന്നു. വളരെ പ്രധാനപ്പെട്ട മൊമെന്റ്സ് ആണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കപ്പെടാനുള്ള നിർണായകമായ മണിക്കൂറുകൾ കടന്നുപോകുന്നു. രാഹുൽ ഗാന്ധി, വിഷ്ണു പറഞ്ഞോളൂ. രാഹുൽ ഗാന്ധി പാർട്ടി അധ്യക്ഷൻ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതെ, തീർച്ചയായും രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇതാ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തി അദ്ദേഹം കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ അദ്ദേഹത്തിന്റെ വാഹനം ഉള്ളിലേക്ക് കയറി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ യോഗം ആരംഭിക്കും. നിലവിലെ സാഹചര്യത്തിൽ മല്ലികാർജുൻ ഖാർഗെയോട് പറഞ്ഞ അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് നിശ്ചയിച്ച സമയത്തേക്കാൾ 10 മിനിറ്റ് മാത്രമാണ് താമസമുള്ളത്. എന്തായാലും അദ്ദേഹം ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്തായാലും ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ വീടിനകത്തേക്ക് കയറി പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കൂടിക്കാഴ്ച കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച ചർച്ചയ്ക്കിടയിൽ തന്നെ ഇത് സംബന്ധിച്ച ഒരു നിർണായക കൂടിക്കാഴ്ചയ്ക്കായി രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് കയറി പോകുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എന്തായാലും നമ്മൾ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെ കരുതാം. കേരളത്തിലെ ഓരോ മലയാളികൾക്കും നമ്മുടെ 16ാം നിയമസഭയിൽ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതാ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഫ്രെയിമുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇതിന് ശേഷമാണ് നമുക്ക് കിട്ടാനുള്ളത്. കാരണം ഈ ഒരു യോഗം അതീവ നിർണായകമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇനിയൊരു സസ്പെൻസ് AICC കരുതി വെച്ചിട്ടുണ്ടോ, ഹൈക്കമാൻഡ് കരുതി വെച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിനെല്ലാമുള്ള ഉത്തരം ഈ ഫ്രെയിമിലുണ്ട്. കാരണം രാഹുൽ ഗാന്ധിയുമായി മല്ലികാർജുൻ ഖാർഗെ അവസാന നിമിഷ ചർച്ചകളിലേക്ക് എത്തുന്നു. ആ ചർച്ചകളിൽ എന്തായിരിക്കും ഹൈക്കമാൻഡിന്റെ മനസ്സിൽ, എന്താണ് ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത്? ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് കയറിയിരിക്കുന്നു. ഈ രണ്ടു പേർ തമ്മിലുള്ള ചർച്ചയിൽ നിർണായകമാണ്. ബാലഗോപാലൻ തുടരുന്നുണ്ട്. ബാലു, കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന രണ്ട് നേതാക്കൾ തമ്മിലുള്ള ചർച്ചയിൽ ഇതൊരു ഫൈനൽ ചർച്ച എന്ന് നമുക്ക് ഉറപ്പിക്കാമോ? സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളുമായി എന്തായാലും രാഹുൽ ആശയവിനിമയം നടത്തി കഴിഞ്ഞിരിക്കും. അപ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനുമായി ചർച്ച ചെയ്ത് പ്രഖ്യാപിക്കുക, ഇനി ഏതാനും മിനിറ്റുകളുടെ ദൂരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചുരുങ്ങിയോ? തീർച്ചയായും ഇനി ഇതൊരു അവസാന യോഗമാണ് അല്ലെങ്കിൽ അവസാന മീറ്റിംഗ് ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരുപക്ഷെ രണ്ട് അവസാന വാക്കുകൾ തമ്മിലുള്ള ഒരു 1-to-1 മീറ്റിംഗ് ആണ് ഇപ്പോൾ മല്ലികാർജുന ഖാർഗെയുടെ വസതിയിൽ നടക്കുന്നത്. 10 രാജാജി റോഡിലെ ഈ വസതിയിൽ നടക്കുന്ന ഈ യോഗത്തിൽ വെച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. ഇന്നലെ മാരത്തോൺ ചർച്ചകൾ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അതിനുശേഷം രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് അതായത് തൻ്റെ നിഗമനങ്ങൾ, തനിക്ക് ലഭിച്ച വിവരങ്ങൾ എന്നിവ മല്ലികാർജുന ഖാർഗെയുമായി പങ്കിടുന്നതായിരിക്കും. മല്ലികാർജുന ഖാർഗെയ്ക്കും കേരളത്തിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഏകദേശം ഒരു ധാരണയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരും നടത്തുന്ന ഈ ചർച്ചയിലാണ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ വിവരം ലഭിക്കുന്നത്. നേരത്തെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിരുന്നത് മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇതിൽ KC വേണുഗോപാലും VD സതീശനുമായി ടെലിഫോണിൽ സംസാരിക്കും. ഒപ്പം രമേശ് ചെന്നിത്തലയുമായും സംസാരിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇതിന് ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത്. അതായത് എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഫോർമുലയിലേക്ക് എത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് എത്തുവാനായിരിക്കും ശ്രമിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ തവണ എൻ്റെ അടുത്ത് അഭിലാഷ് ചോദിച്ചിരുന്നു, ഈ KC ക്യാമ്പ് ചോദിച്ചിരുന്നു. അതിൽ എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയേണ്ടതായുണ്ട്. അതായത് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും മാനസിക അടുപ്പമുള്ള ഈ 3 നേതാക്കളിൽ ഏറ്റവും മാനസിക അടുപ്പമുള്ള നേതാവ് KC വേണുഗോപാലാണ്. ഒരുപക്ഷെ KC വേണുഗോപാലിനോട് പിന്മാറണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ നിർദ്ദേശിച്ചാൽ KC വേണുഗോപാൽ അത് അക്ഷരം പ്രതി അനുസരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ കണിക പോലും ഇപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം VD സതീശനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇപ്പോൾ ഇതിനോടകം തന്നെ ആളുകളുടെ അല്ലെങ്കിൽ നിരവധി പേർ കൂടുകയും മറ്റും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കമാൻഡിൻ്റെ ശ്രദ്ധയിൽപ്പെടുക്കും.